ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. അഞ്ചേച്ചി ഇത് കത്തണില്ലല്ലോ അഞ്ചേച്ചി. എന്നാ പറ്റിയത് നോക്കിക്കേ. പുതിയ കുറ്റിയാണല്ലോ, പിന്നെ എന്നാ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. ഒന്നും കൂടെ നോക്കാം. കത്തണില്ലല്ലോ അഞ്ചേച്ചി. അതെയോ? എന്നാ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. ഈ സ്റ്റവിൻ്റെ കുഴപ്പമാണോ? ഇല്ല, അത് ഇതിൻ്റെ ആ നോബ് ഒന്നുകൂടെ നോക്കിയാ പിലോ. പുതിയ കുറ്റിയല്ലേ? അതെ, പുതിയ കുറ്റി. അതെ, ഈ പുതിയ കുറ്റി ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഈ നോബിന് ചിലപ്പോൾ ലീക്കൊക്കെ വരും കേട്ടോ. അങ്ങനെ എന്തോ പ്രശ്നമായിരിക്കും. എന്നാ പിന്നെ അത് മാറ്റിയിട്ട് ഈ കുറ്റി അത് കാലിക്കുറ്റിയാ, മാറാനുള്ളത് വെച്ചേക്കുന്നതാ. അതെയോ? അപ്പം അതിൻ്റെ അകത്തില്ലല്ലോ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാം? സാരമില്ല, ചായ ഇടണ്ട. അയ്യോ, ചായ കുടിക്കണം, ചായ ഇടാതിരിക്കണേ. ഞാൻ ചേട്ടനെ വിളിക്കാം, അടുത്ത വീട്ടിൽ നിന്ന് ഒരു കുറ്റി വായ്പ എടുക്കാം നമുക്ക്. അത് കാരണം ചേട്ടാ, ജോസേട്ടാ ഇങ്ങോട്ടൊന്ന് വരാവോ? നമ്മുടെ കുറ്റി തീർന്നു പോയല്ലോ. അടുത്ത വീട്ടിൽ നിന്ന് ഇത് മോള് മൂത്ത മോന്റെ കൊച്ച് എന്റെ കൂടെ ഇവിടെ നിന്നാ പഠിക്കുന്നത്. ഓ, സുന്ദരിക്കുട്ടിയാണല്ലോ. മോളെ എത്രയിലാ പഠിക്കണേ? ഞാൻ 5-ല്. 5-ലാണോ? പാട്ടൊക്കെ പാടുവോ? അറിയാല്ലേ? മോളെ ഇപ്പൊ കണ്ടോ, ഈ കുറ്റിക്കകത്തുനിന്ന് ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കണേ? ഗ്യാസ് കത്തിക്കാനല്ലേ? അല്ലേ? പണ്ടൊക്കെ നമുക്ക് എന്ത് കഷ്ടപ്പാടായിരുന്നല്ലേ? തീയും പുകയും ഊതി 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 നമ്മൾ മടുക്കും. ഇപ്പൊ നല്ല സുഖ. പക്ഷെ ഇപ്പൊ ഇത് പണി മുടക്കിയില്ലേ? അല്ലേ? സമയത്ത് പണി മുടക്കി. 2 കുറ്റി ഉണ്ടായിട്ട് നമുക്കിപ്പോ പ്രയോജനം ഉണ്ടോ മോളെ? ഒരു പ്രയോജനം ഇല്ല അല്ലേ? ഇപ്പൊ ഈ ഗ്യാസ് കുറ്റിക്ക് അകത്തുനിന്ന് എങ്ങനെയാ നമുക്ക് തീ കത്തിച്ചെടുക്കാൻ പറ്റണേ? അതിന്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വന്നിട്ട് നമ്മൾ അവിടെ കത്തിക്കുമ്പോൾ വരും. ഓ, കൊച്ചിനെ അറിയാലോ അതൊക്കെ അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഗ്യാസ് ഉണ്ട്. ഈ കുറ്റിക്കകത്ത് ഫുള്ളായിട്ട് ഗ്യാസ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് പ്രയോജനം ഇല്ലാതെ എവിടെയോ അതിനൊരു ബ്ലോക്ക് വന്നു അല്ലേ? അല്ലെങ്കിൽ അത് കത്തൂലായിരുന്നോ? ഇതിനകത്ത് ഗ്യാസ് ഇല്ല. കുറ്റിയുണ്ട്, പക്ഷെ ഗ്യാസ് ഇല്ല അല്ലേ? അപ്പോൾ ഈ രണ്ടും നമുക്ക് പ്രയോജനം ഇല്ലാതെ പോയി. സമയത്ത് പ്രയോജനപ്പെട്ടില്ല അല്ലേ? കുറ്റി നല്ലതാണ്, നമുക്ക് നന്മയാണ് അല്ലേ? നമുക്ക് തീയൊക്കെ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കാം, കഴിക്കാം, ഈസിയാണ് അല്ലേ? പക്ഷേ ഈ 2 കുറ്റി ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് പ്രയോജനമില്ല അല്ലേ? അപ്പം ഇന്ന് കൊച്ചിന് ഞാൻ 2 വചനം പറഞ്ഞു തരട്ടെ. ഇഷ്ടമാണോ? വചനം പഠിക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ആൻറ്റിയുടെ ഒരു ബുക്ക് അവിടെ ഇരിപ്പുണ്ട്, ഓടിച്ച് നിങ്ങൾ എടുത്തുണ്ടാ. എൻ്റെ പിലോ ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഓർക്കണത്, ശരിക്കും നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. എന്നു ചോദിച്ചാലേ ഇത് ഇപ്പോൾ കണ്ട സമയത്ത് ഒതുങ്ങുന്നില്ല. പല സാധനവും ഇങ്ങനെയാണ്, ചില സമയത്ത് നടക്കില്ല. കൊച്ചിനെ 2 വാദനമൊക്കെ പഠിക്കുക. ഏതായാലും ഗ്യാസ് കൊണ്ടുവരട്ടെ, എന്നിട്ടല്ലേ ഇനിയിപ്പോൾ ചായ എടുക്കാനായിട്ട് പറ്റുള്ളൂ. മോൾക്ക് പറഞ്ഞു കൊടുക്കാം, മോളെ ഇത് ഇങ്ങനെ തന്നെ ഇപ്പം നമ്മുടെ ജീവിതം. ഈശോ നമ്മളെ സൃഷ്ടിച്ചു. ഈശോയ്ക്കൊരു പ്ലാനും പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. നമ്മളെ ഓരോരുത്തരെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് വിട്ടപ്പോൾ ഈശോയ്ക്കൊരു പ്ലാനും പദ്ധതിയുണ്ട്. അത് ജെറമ്യ 29:15 പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല, അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നാണ് ഈശോ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും നല്ല ഉദ്ദേശത്തോടെ, അത് നന്മ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈശോ നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന. ഇപ്പം ഈ ഗ്യാസ് കുറ്റി നന്മയായിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ? പക്ഷേ ഇതിനകത്തുനിന്ന് ഇപ്പം ഗ്യാസ് വരുന്നില്ല, അപ്പം നമുക്ക് ഉപകാരമില്ല അല്ലേ? ഇതിനകത്തില്ല.
നമുക്ക് മനുഷ്യർക്ക് ഉപകാരം ഇതുകൊണ്ട് കിട്ടണുണ്ടോ ഇപ്പോൾ? ഇല്ല. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഈശോ നിറച്ച് നന്മ വെച്ചിട്ടുണ്ട്, നല്ലത് എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചിലപ്പോൾ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ നമ്മളിൽ ഒട്ടും നന്മയില്ലാത്ത അവസ്ഥയും നമ്മുടെ വരും. അപ്പം 2 തരം മനുഷ്യരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ അതിലേതാണ് ഏത് രീതിയിലുള്ള നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഇപ്പം നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ളവരുണ്ട്. അപ്പം നമ്മൾ ഓർക്കണം ഇതിലേതാ ഞാനെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് വയ്ക്കണം. കാരണം ഈ നമ്മുടെ മക്കൾ തന്നെ ഒരു വയറ്റിൽ നിന്ന് പോകുന്നതാ 5 എണ്ണം ഉണ്ടെങ്കിലും 5 തരത്തിലാണ്, 5 സ്വഭാവമാണ്. കാര്യം നമ്മളാണ് വളർത്തുന്നത്. നമ്മൾ വീട്ടിൽ ഒരുപോലെ ഭക്ഷണവും കൊടുത്തൊക്കെ വളർത്തിയതാണ്. പക്ഷേ 5നും 5 സ്വഭാവം അല്ലേ, 5 രീതികളാണ്. അപ്പം വ്യത്യസ്തരാണ് അല്ലേ. അപ്പം ഈ ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ നന്മ കൊണ്ട് സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പം നമ്മൾ നല്ലത് പുറത്തേക്ക് വിടും. നന്മ ഏതാണെന്നറിയാവോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22 അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ, അതായത് സന്തോഷം, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത, ഈ ആത്മസംവേദനം, ഇങ്ങനെയുള്ള ഫലങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുമ്പം അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മൾ ആ നന്മ പുറത്തേക്ക് വിടും, പറയുകയും ചെയ്യും, നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നന്മ നമ്മുടെ ഹൃദയത്തിലുണ്ട്, പക്ഷേ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റാതെയും വരും ചിലപ്പോൾ. അത് നമ്മൾ പറയും നമുക്ക് എന്തോ പ്രശ്നമായി, ബ്ലോക്കായി പോയി അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, തടസ്സം വന്നു. അങ്ങനെ തടസ്സം വരുമ്പോഴാണ് ആ തടസ്സം നീക്കാൻ നമ്മൾ ഓടിപ്പോയി കുമ്പസാരിക്കും അല്ലേ. നമ്മളിൽ എന്തെങ്കിലും പാപമാലിന്യമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോയി ഈശോയുടെ ഏറ്റു പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ച് അല്ലേ, കുമ്പസാരിച്ച് അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് നമുക്കത് അനുഗ്രഹമാക്കി ഈശോമ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള നന്മ വീണ്ടും നമുക്ക് പുറത്തേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം. ഇനി നന്മ ഇല്ലെങ്കിലോ? ഇപ്പം ഈ ഒഴിഞ്ഞ കുറ്റി പോലെ നമ്മളിൽ നന്മ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൽ 21 അതിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയുന്നുണ്ട്, എന്തെന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് തിന്മ പുറപ്പെടുന്നത്. അത് എന്തൊക്കെയാണെന്നത് പറയുന്നുണ്ട്. അതായത് ദുശ്ചിന്ത, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത, എല്ലാ തിന്മകളും ഇങ്ങനെ പുറപ്പെടുന്നു. ഈ തിന്മകൾ ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ തിന്മകൾ, ഇപ്പോൾ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഈ തിന്മകളെല്ലാം നിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അത് പുറത്തു നമ്മൾ പറയും നീ കാരണമല്ല, അവർ കാരണം, ഞാൻ അങ്ങനെ കാണിച്ചെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ് നമ്മൾ പുറത്തേക്ക് പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പം നിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് ആണ് ഒരുവനെ അശുദ്ധനാക്കുന്നതെന്നാണ് ഈശോ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നന്മയല്ലാത്തതെല്ലാം ഉള്ളിൽ നിന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ഉള്ളിൽ എന്നാ ഇരിക്കുന്നത്? നമ്മളപ്പോൾ അശുദ്ധ മനുഷ്യരായിട്ടായിരിക്കണേ അല്ലേ, അശുദ്ധ മനുഷ്യരായിട്ടായിരിക്കണേ. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ വചനത്തിലൂടെ വീണ്ടും പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 39 അതിലിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നമ്മൾ പാത്രം കഴുകിയെല്ലാം വയ്ക്കും. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഭോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്. ഇപ്പം ഈ ഗ്യാസ് കുറ്റി എന്ന് ഓർത്ത് നോക്കിയേ, ഇത് നിർമ്മിച്ചത് ഒരു ഫാക്ടറിയിലാണ് അല്ലേ അല്ലേ, ഇതിൻ്റെ പുറം ബോഡി നിർമ്മിച്ചത് ഫാക്ടറിയിലാണ്. അപ്പോൾ ഇതിൻ്റെ അകവും നിർമ്മിച്ചത് എവിടെയാണ്? ഫാക്ടറി തന്നെ. അപ്പോൾ ഈശോ പറയാണ് നമ്മളും ഇങ്ങനെയാണ്, നമ്മുടെ പുറത്തെ കാഴ്ചയുണ്ടല്ലോ, പുറവും നമ്മുടെ ഉള്ളും നിർമ്മിച്ചത് ദൈവമാണ്. കാരണം ഈശോ പറഞ്ഞില്ലേ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഈ പിതാവായ ദൈവം പറഞ്ഞു നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. എങ്ങനെയാ? ദൈവത്തിൻ്റെ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പം നന്മയാണ്, പുറത്തും നന്മയാ അകത്തും നന്മയാ. അപ്പം ഇത് രണ്ടും നിർമ്മിച്ചവൻ ഒരാളാണ്, സൃഷ്ടാവായ ദൈവം ഒന്ന് തന്നെ. പക്ഷേ നമ്മുടെ ഉള്ളിൽ പ്രശ്നം, കുഴപ്പങ്ങളും മാലിന്യങ്ങളും പാപ സാഹചര്യങ്ങളും പാപത്തിൻ്റെതായ ഫലങ്ങൾ. അപ്പോൾ പുറമേ നമ്മളിങ്ങനെ
നല്ലവരാ. അതുകൊണ്ടാണ് ഈശോ കുഴിമാടങ്ങളെന്ന് വിളിച്ചു. അത് വചനത്തിൽ പറഞ്ഞു തരാം. അതെന്നാന്നറിയോ, നമ്മൾ ഈശോ വചനത്തിലൂടെ പറയുന്നുണ്ട്, കാണപ്പെടാത്ത കുഴിമാടങ്ങളുടെ മുകളിലൂടെ പോലെയാണ് നമ്മൾ നടക്കുന്നത്. അതിൻ്റെ നടക്കുന്നവൻ അത് അറിയുന്നില്ല. അപ്പം കാണപ്പെടാത്ത കുഴിമാടങ്ങൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ നടക്കണത്. അതായത് സിമിത്തേരി പോയിട്ടുണ്ടാവളോ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പണ്ടൊക്കെ ഭയങ്കര പേടിയാ. അതെ, സിമിത്തേരിന്ന് കേട്ടോ. ഇപ്പൊ ഒരു പേടിയില്ല. ചെറുപ്പത്തിൽ അന്ന് വലിയ കാടിന്റെ ഒക്കെ ഉള്ളിലല്ലേ, അപ്പൊ നമുക്ക് പേടിപ്പിച്ചാ വളർത്തിയേക്കുന്നത് അന്നൊക്കെ. ഇവർക്കൊന്നും ഒരു ന്യൂ ജനറേഷൻ ഒരു പേടിയില്ല. ഇപ്പോഴത്തെ സിമിത്തേരിയും കണ്ടാൽ പേടിയാകൂല. നല്ല സുന്ദരമായിട്ടായിരിക്കണേ അല്ലേ? അപ്പോൾ ഈ സിമിത്തേരിയിൽ ഇപ്പം നമ്മൾ നമ്മുടെ സിമിത്തേരിയിൽ ഇടവകയിലെ സിമിത്തേരി പോയിട്ടില്ലേ? അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നല്ലതല്ലേ കാണാൻ? നല്ല മാർബിളൊക്കെ ഇട്ട് അല്ലേ, പൂക്കളൊക്കെ വെച്ച് പേരൊക്കെ എഴുതി വെച്ച് അലങ്കരിച്ച് എല്ലാം നല്ല സെറ്റപ്പാണ് അല്ലേ? നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ചവിട്ടുന്ന മാർബിളിൻ്റെ ആ അടിയിൽ എന്നാ കിടക്കുന്നത്? ശവം അല്ലേ? പേര് പോകും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് പോകും അല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മളെ ശവം അല്ലേ, മൃതശരീരം എന്ന് പറയുള്ളൂ, നമ്മുടെ പേര് പോകും. ഇപ്പം ഞാൻ മരിച്ചാൽ ആനി മരിച്ചു എന്ന് പറയാം. ആനിന്ന് പിന്നെ ഇല്ല, ശവശരീരം അത്രയേ ഉള്ളൂ. അപ്പം ഈ കുഴിമാടത്തിൻ്റെ അടിയിൽ എന്താണെന്നൊന്ന് ചിന്തിച്ചാൽ പുഴു അരിക്കുന്ന അല്ലേ, ശവം ചീഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നല്ല മണമാണ്. ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന കുഴി. അതിൽ അസ്ഥികളൊക്കെ വേർപെട്ടും മാംസം ചീഞ്ഞഴിഞ്ഞ് വളരെ വൃത്തികേടായിട്ട് അല്ലേ, ദുർഗന്ധം വമിക്കുന്ന അതിൻ്റെ മുകളിലാണ് ഈ സ്ലാവ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തൂടെയാണ് നടക്കണേ അല്ലേ? അപ്പം ഈശോ പറയാണ് കാണപ്പെടാത്ത കുഴിമാടങ്ങൾ. അപ്പം അത് നമ്മൾ അറിയണില്ല, ഇതിൻ്റെ അടിയിൽ എന്നാന്ന് അറിയില്ല. ഇതുപോലെയാണ് നമ്മുടെ പുറമൊക്കെ നമ്മൾ മിനിക്കുക നടക്കണേ, കണ്ടാൽ നല്ല ഫുൾ സെറ്റപ്പിലാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ അസൂയയും കുശുമ്പും മദ്യാസക്തി, അതുപോലെ ദുഷ്ടത, സകല സുഖലോലുപത, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഈ കുഴിമാടങ്ങളെ പോലെ പുറമേ നല്ല മാർബിളൊക്കെ ഇട്ട് നല്ല ഫുൾ സെറ്റപ്പിൽ കുഴിമാടം. പക്ഷെ അതിൻ്റെ അടി കിടക്കുന്നതോ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ. അപ്പോൾ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഈ ദുർഗന്ധം അടിയിൽ നിന്ന് വരുമ്പോൾ ഈ സ്ലാവ് തുറന്നാൽ എന്നാ വരുന്നത് ഇല്ലേ? ഇതുപോലെയല്ലേ നമ്മുടെ ഉള്ളിൽ ഹൃദയം നിറച്ച് മ്ലേച്ഛതയും ദുഷ്ടതയും വഞ്ചനയും വിദ്വേഷവും ദേഷ്യവും കോപവും എല്ലാം ഇരിക്കുക. അപ്പം നമ്മൾ അതരത്തിലൂടെ എന്തെങ്കിലും നടന്നാൽ നമ്മുടെ കുഴിമാടത്തിൻ്റെ വാ തുറക്കുക അല്ലേ? സ്ലാവ് മാറ്റുമ്പോൾ വായിന്ന് വീഴുന്നതെല്ലാം ദുഷ്ടമായ വാർത്താനങ്ങളും അതുപോലെ പ്രവൃത്തികളും ആരെയും മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ ആയിരിക്കും വരുന്നത്. വേദനിപ്പിക്കും. നമ്മുടെ ഓരോ വാക്കും മറ്റുള്ളവർക്ക് വേദന കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങളത് അറിയുന്നില്ല, നമ്മളത് അറിയുന്നില്ല. അപ്പോൾ ആ അവസ്ഥയിലുള്ള ഒരു ജീവിതം ഉണ്ട്. എന്നാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്, നല്ല ജീവിതം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നന്മ വരണം. നമ്മുടെ ഉള്ളിൽ നന്മ വരണമെങ്കിൽ എന്ത് ഇരിക്കണം? നമ്മുടെ ഉള്ളിൽ നന്മ ഇരിക്കണം. ആരാ നന്മയായിട്ടുള്ളത്? ഈശോ. ഉറക്കെ പറ, നല്ല അത് ഈശോയുടെ പേര് പറയുമ്പോൾ തന്നെ അത് അനുഗ്രഹം അല്ലേ, ഈശോയുടെ നാമം. അപ്പം ഈ ലോകത്തിൽ രക്ഷയ്ക്കായിട്ട് ഒരു നാമമുണ്ടെങ്കിൽ ആരുടെ നാമമുള്ള? ഈശോയുടെ നാമമാണ്. അപ്പം ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ എന്ത് പുറത്തേക്ക് വരും? നന്മ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അവിടെ പിന്നെ ബ്ലോക്കൊന്നും, അവിടെ തിന്മയ്ക്ക് സ്ഥാനമില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒരു വാക്ക് മോശമായിട്ട് പറഞ്ഞു പോയോ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങ് ചിന്തയിലേക്ക് വരും, വിഷമാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടിപ്പോയി കുമ്പസാരിക്കും. അപ്പം കുമ്പസാരം നല്ലതല്ലേ? നല്ല കുമ്പസാരിക്കാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകും. ശരിക്കും കത്തോലിക്ക സഭയിൽ ഈ കുമ്പസാരമൊക്കെ വെച്ചങ്ങനെ എത്ര അനുഗ്രഹമാണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളെല്ലാം ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് നമ്മൾ ഈശോയും തമ്മിൽ വീണ്ടും ആ സ്നേഹത്തിൽ ഒന്നിക്കുന്ന ഒരു അനുഭവം, ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലേ? ഇങ്ങനെ അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് നന്മയാണ്. അപ്പോൾ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ആ ഈശോയുടെ മനസ്സിലിരിക്കുന്ന പ്ലാനും പദ്ധതി എന്താണോ അതനുസരിച്ച് നമ്മൾ ജീവിച്ച് മരിച്ച് എവിടെ ചെല്ലണം?
സ്വർഗത്തിലെത്തണം. അപ്പം അതാണ് നമ്മളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതി ഇല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാം ഈശോ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇത് കേടായിപ്പോയി. അപ്പോൾ ഇനി മോളെ എന്നെ ചെയ്യണം നമ്മളിനി? ഇത് കേടായിപ്പോയെങ്കിൽ നന്നാക്കണം അല്ലേ. ഇത് ആരെ കൊണ്ടാണ് നന്നാക്കാൻ പറ്റണേ? ഈ കുറ്റി ഇപ്പം നമുക്ക് നന്നാക്കാൻ അറിയാമോ? കാരണം ഇത് തുറക്കാനൊന്നും നമുക്കറിയത്തില്ല. ഇതിനുള്ള ടൂൾസും നമ്മുടെ കയ്യിലില്ല അല്ലേ. അപ്പം നമ്മളിത് നന്നാക്കാൻ ആരെ വിളിക്കണം? ഇതറിയാവുന്നവരെ വിളിക്കണം അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഗ്യാസ് ഊറ്റി കേടായാൽ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? നമ്മൾ ഗ്യാസ് ഏജൻസിയിലേക്ക്. അവിടുന്ന് ഇതൊക്കെ പഠിച്ച ടെക്നീഷ്യന്മാരുണ്ട്, എക്സ്പേർട്സുകളുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാവുന്ന കമ്പനി തന്നെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പം അവർ വന്നാലേ അവരുടെ കയ്യിലാണ് ഇത് നന്നാക്കാനുള്ള ടൂൾസൊക്കെ ഉള്ളൂ. നമുക്കറിയത്തില്ലോ. നമുക്കറിയാവോ? അറിയില്ല. അപ്പം അവർ വന്ന് ഇത് നന്നാക്കും. ഇത് നന്നാക്കുമ്പോൾ ഇത് ഓക്കെ പിന്നെ ആയി. ഇപ്പം നമുക്കിത് എന്ത് സംഭവിച്ചു? ഇതിനകത്ത് ഫുള്ളുണ്ട്, ഗ്യാസ് ഉണ്ട്, പക്ഷെ ഗ്യാസ് വരുന്നില്ല നന്നാക്കി കിട്ടും. നമ്മുടെ ഇവിടെ ഇപ്പോൾ ടാപ്പൊക്കെ ഉണ്ട്. ഒരു പൈപ്പിൽ നിന്ന് നമ്മൾ ടാപ്പ് തുറന്ന് വെള്ളം വന്നില്ല. അപ്പോൾ എന്നാ ചെയ്യും? നമ്മൾ മുകളിൽ ടാങ്കിൽ കയറി നോക്കും അല്ലേ. വെള്ളം തീർന്നു. അപ്പം നോക്കുമ്പോൾ ഫുൾ ടാങ്ക് ഉണ്ട്. ഇവിടെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നില്ല. അപ്പം നമുക്ക് എന്നാ മനസ്സിലാകും? ടാപ്പും ടാങ്കും തമ്മിൽ ഇടയ്ക്ക് എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്നാ ചെയ്യും? നമ്മുടെ പൈപ്പൊക്കെ കേടായ എന്നാ ചെയ്യും? ടാപ്പ് നന്നാക്കുന്ന ആളെ വിളിക്കുക. അതിനെന്നാ പേര് പറയണേ? പ്ലംബറിനെ വിളിക്കും അല്ലേ. കാരണം ഈ ടാപ്പ് നന്നാക്കാൻ അവർക്കേ അറിയാവുള്ളൂ. ആ പൈപ്പ് ലൈന് അല്ലെ. അപ്പോൾ അവർ നോക്കുമ്പോൾ ടാങ്കിൽ നിന്നും പൈപ്പിലും ടാപ്പും തമ്മിലുള്ള ഇടയ്ക്കുള്ള ആ പൈപ്പ് ലൈനിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരത് വന്നിട്ട് അവിടെ ഒക്കെ ഒന്നി കട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യും. എന്നിട്ട് അത് റീഫിറ്റ് ചെയ്ത് നമുക്ക് വെള്ളം കിട്ടും അല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് വന്നു എങ്കിൽ നമുക്കൊരു എക്സ്പേർട്ട് വേണം. അതിനെക്കുറിച്ച് അറിവുള്ള ഒരു ടെക്നീഷ്യനെ വിളിക്കണം അല്ലേ. ഇപ്പോൾ ടാപ്പ് ലൈനിൽ പ്രശ്നം വന്നു, പൈപ്പിന് കേടായ പ്ലംബറെ വിളിക്കും. അത് പഠിച്ച ആളെ വിളിക്കും അല്ലേ. ഗ്യാസ് കേടായി, കുറ്റി കേടായി, അപ്പം നമ്മൾ ആരെ വിളിക്കും? ഗ്യാസ് ഏജൻസി വിളിച്ചിട്ട് ഈ ഗ്യാസ് നന്നാക്കാൻ അറിയാവുന്ന എക്സ്പേർട്സ് ഉണ്ട്. ആ ടെക്നീഷ്യനെ വിളിച്ച് ഇത് നന്നാക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളെ ആരാ സൃഷ്ടിച്ചേ? ഈശോ. അപ്പം നമ്മുടെ കമ്പനി ഏതാ? സ്വർഗം. നമ്മുടെ കമ്പനി എവിടെയാണ് നമ്മളെ സൃഷ്ടിച്ച? ഈശോയിലാണ് അല്ലേ. ഈശോ ആണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം നമ്മളിൽ നിന്ന് നന്മ പുറപ്പെടാനായിട്ട് നമുക്ക് പറ്റാത്ത രീതിയിൽ നമ്മളിൽ പാപം നിറഞ്ഞു. ആ ബ്ലോക്ക് മാറ്റണം. അപ്പം ആരെ വിളിച്ചാലാ ശരിയാകുന്നത്? കണ്ടോ, കൊച്ചിന് നല്ല മെടുക്കി കുഞ്ഞാട്ടോ. അപ്പം നമ്മളിൽ ഇതുപോലെയാ ബ്ലോക്കാകും. ഫുള്ളായിട്ട് ദൈവത്തിൻ്റെ ആ സ്നേഹവും കരുണയൊക്കെ നമ്മളിലുണ്ട്. പക്ഷെ നമുക്കത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യമൊക്കെ നമ്മളിൽ വരിക. അപ്പം നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു എക്സ്പെർട്ടുണ്ട്, എല്ലാം അറിയാവുന്നവൻ, എന്തിനേയും മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ, എല്ലാത്തിനും അധിപനായവൻ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കേടുമാറ്റാൻ വരത്തില്ല. അങ്ങനെ ആ ഈശോയെ വിളിക്കും. ആ ഈശോയാണ് എക്സ്പെർട്ട്. ആ ഈശോയാണ് നമ്മുടെ ടെക്നീഷ്യൻ. നമ്മളെ എല്ലാ രീതിയിലും എന്ത് കുഴപ്പം നമ്മളിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഈശോയെ വിളിക്കണം. ഈശോയെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഇപ്പം എൻ്റെ ഒരു ഹൃദയത്തിൽ വേണ്ടാത്ത ചിന്ത വന്നു, ഹൃദയത്തിൻ്റെ കേടാത് അല്ലേ. മോശം വികാരങ്ങൾ വന്നു. അയ്യോ എൻ്റെ ഈശോയെ, എനിക്കതിങ്ങനെ വന്നു പോയല്ലോ ഈശോയെ, ഇത് എന്നിൽ നിന്നൊന്നും എടുത്തു മാറ്റണം. അതാ സ്നാപയോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ എന്നാ പറഞ്ഞെന്നറിയോ? ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം നമ്മളിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പാവത്തിൻ്റെ അവസ്ഥയാണ് അല്ലേ. അപ്പം ഈ പാവം, ആ ഒരു ബ്ലോക്ക്, പാവം മാറ്റാൻ കഴിവുള്ള ഒരേ ഒരാളേ ഉള്ളൂ ഈ ലോകത്തിൽ. വേറെ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല പാപം മാറ്റിക്കളെ. ഈ ഗ്യാസ് ഊറ്റിയൊക്കെ നന്നാക്കാൻ ആളെ കിട്ടും അല്ലേ, പൈപ്പ് നന്നാക്കാനും ആളെ കിട്ടും. പക്ഷെ മനുഷ്യനെ നന്നാക്കാൻ ആരേ പറ്റുള്ളൂ? ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഏതേലും രീതിയിൽ നമുക്കറിയാതെ ഒരു തിന്മ വന്നാൽ നമ്മൾ എന്നാ ചെയ്യണം? ഈശോനെ വിളിച്ച് മാപ്പ് പറഞ്ഞു. ഈശോ പറഞ്ഞു, എന്നെ വിളിച്ച് അപേക്ഷിക്കുക. അതാ യേശയ്യ 1:18 പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിൻ്റെ പാവങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി തരും. അതുകൊണ്ട് ഈശോയുടെ ആ കൃപ നമ്മളിൽ നിറഞ്ഞു നിൽക്കണം, തീർന്നു പോകരുത്.
തീർന്നു പോയ പല സംഭവങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. തീർന്നു പോയ ഒരു കാര്യം പറയാമോ? കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയി അല്ലേ? വീഞ്ഞ് തീരെ എഴുതാത്തതായിരുന്നു അല്ലേ? ഈശോ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാത്തിനും. പക്ഷെ അവിടെ വീഞ്ഞ് തീർന്നുപോയി. തീർന്നു പോയപ്പോൾ ആരാ അവിടെ സഹായത്തിന് വന്നത്? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ വന്ന് ആ തീർന്ന സാഹചര്യത്തെ ഈശോയുടെ ശ്രദ്ധപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈശോ അത് നികത്തി അല്ലേ? അപ്പോൾ ആ പരിഹരിച്ചു. അപ്പോൾ ഈ വീഞ്ഞ് തീർന്നു പോകാൻ പാടില്ല അവിടെ കല്യാണ സദ്യയിൽ. അതുപോലെ ഈ കുറ്റിയിൽ നമ്മളാകുന്ന ആ വ്യക്തിത്വത്തിൽ ഈ നന്മ തീരാൻ പാടില്ല. നന്മ നിറഞ്ഞു നിൽക്കണം. ഹാഗാറിൻ്റെ കുഞ്ഞ് നമ്മൾ വായിച്ചിട്ടില്ലേ ഉൽപ്പത്തിയിൽ? മരുഭൂമിയിൽ ചെന്നു, സഞ്ചിയിലുണ്ടായിരുന്ന വെള്ളം തീർന്നുപോയി, കുഞ്ഞിന് കൊടുക്കാനില്ല. ഇപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞുതരാം. അപ്പം അവിടെ ചെന്ന് ഹാഗാർ നിലവിളിച്ചു. ഹാഗാറല്ല, കുഞ്ഞ്. ഹാഗാറിന് സങ്കടം വന്ന് എൻ്റെ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചു. എന്നിട്ട് കുഞ്ഞിനെ കിടത്തിയിട്ട് ഹാഗാർ മാറി നിന്നു അമ്മ. അന്നേരം ആ കുഞ്ഞിൻ്റെ നിലവിളി ദൈവം കേട്ടു. ദൈവം ഹാഗാറിനോട് കാണിച്ചു കൊടുത്തു, ഒരു വെള്ളമുള്ള സ്ഥലം, കിണർ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് തീർന്നു പോയത്? ആ സഞ്ചിയിലുണ്ടായിരുന്ന, തുകൽ സഞ്ചിയിലുണ്ടായിരുന്ന വെള്ളം തീർന്നുപോയി. അപ്പം ആ തീരുന്നിടത്ത് നമുക്ക് ആരെ വിളിക്കണം? ദൈവത്തെ വിളിക്കണം. അപ്പം നമ്മളെല്ലാം നന്മ നിറഞ്ഞു നിൽക്കണം. അപ്പം അതുകൊണ്ട് നമ്മുടെ നന്മ നിറഞ്ഞു നിൽക്കുകയും ആ നന്മയിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ആ സെക്കൻഡിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയെ വിളിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അമ്മ നമ്മളെ സഹായിക്കാനുണ്ട് എന്ത് സാഹചര്യത്തിലും, എവിടെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ അതുപോലെ ഈശോ വന്ന് നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുന്ന അത്തിവൃക്ഷം വായിച്ചിട്ടില്ലേ? അത്തിവൃക്ഷത്തിൽ ഈശോ വന്ന് നോക്കി, ഫലങ്ങളുണ്ടോ? ഫലം ഇല്ലാണ്ട് പോയി ഇല്ലേ? അതുപോലെ ഈശോ നമ്മളെയൊക്കെ നോക്കുന്നുണ്ട്. നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് നമ്മളിൽ നിന്ന് ഫലം പുറത്തു വരുന്നുണ്ടോ? ആ മറ്റുള്ളവർക്ക് നന്മ കിട്ടുന്നുണ്ടോ? ഈശോയുടെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നുണ്ടോ? ആ ഈശോയുടെ സ്നേഹം എല്ലാവർക്കും വാരി വിതറുന്നുണ്ടോ എന്ന് ഈശോ നോക്കുന്നുണ്ട്. അപ്പം ഫലമുള്ളവരാകണം അല്ലേ? നമ്മൾ എങ്ങനെയുള്ളവരാകണം? ഫലമുള്ളവരാകണം. കൊച്ചൊരു കാര്യം ചെയ്തേ, ആ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞൊരു പുസ്തകമില്ലേ, അത് ആ റൂമിലുണ്ട്, ഇങ്ങ് എടുത്തുകൊണ്ട് അതിനകത്തുനിന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു തരാം. കാരണം നമ്മുടെ സഭ പഠിപ്പിക്കുന്നതും കൂടെ നമ്മൾ പഠിക്കണ്ടേ, അത് കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ യേശുവിനെ വിളിച്ച് നമ്മൾ അപേക്ഷിക്കുന്ന നിമിഷം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ വിളിച്ചാൽ ആ സെക്കൻഡ് അമ്മ അതിന് പരിഹാരം ഉണ്ടാക്കി തരും ഈശോയെ കൊണ്ട്. അപ്പം ആ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മൾ കുടുംബിനികൾ നമുക്ക് എന്താവശ്യം വന്നാലും അമ്മയെ വിളിച്ച് അപേക്ഷിക്കുക. നമ്മളിലുള്ള കുറവുകൾ അമ്മയോട് പറയാം, ഈശോ അതും പരിഹരിച്ച് തരും. ഇപ്പം നമ്മൾ കുമ്പസാരിക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് കുമ്പസാരം ഇങ്ങനെ അച്ഛനോട് പറഞ്ഞാൽ പാവം പോകുമെന്ന്. പക്ഷെ അച്ഛനല്ലല്ലോ, അവിടെ ഈശോയോടാണ് നമ്മൾ പറയണത്. ഈശോയുടെ നാമത്തിലാണ് പുരോഹിതൻ അവിടെ ആ കർമ്മം ചെയ്യുന്നത്. അതുപോലെ ഈശോയ്ക്ക് മാത്രമേ പാവങ്ങൾ കഴുകിക്കളയാൻ പറ്റുള്ളൂ. ഈശോ പറഞ്ഞേക്കുന്ന എന്നാ? നീ ഏറ്റു പറയണം. 1 യോഹന്നാന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 8-9. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സകല അനീതിയിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവം. അപ്പം നമുക്ക് തന്ന നന്മ നമ്മളിൽ നിറച്ച് വെക്കണം. എപ്പോഴെങ്കിലും കുറവ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ പോയി ഏറ്റുപറഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അത്രയും മനോഹരമായിട്ട് അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ പിന്നെ ഇട്ടോ ഇനിയിപ്പം ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അതിൻ്റെ ആത്മാവ് സ്നേഹമാണ്. അത് വിശുദ്ധീകരണത്തിൻ്റെ എല്ലാ മാർഗങ്ങളെയും ഭരിക്കുകയും രൂപപ്പെടുത്തുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. പേജ് 218 ഉണ്ടോ, 826. അപ്പം നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഉള്ളിൽ മാലിന്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ പരിപൂർണമായിട്ട് ഈശോയുടെ ആ സ്നേഹവും വിശുദ്ധി നിർമ്മലതയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് നല്ല മിഴുക്കത്തിയായിട്ട് ജീവിക്കണം കേട്ടോ. എന്നാ ഇനി ചായ ആയോ? ഗ്യാസും ശരിയായി അല്ലേ? ഇനിയിപ്പം ഞാൻ അടുത്ത ഒരു സ്ഥലത്തേക്ക്
കുറച്ച് ദിവസം ഇവിടെ കാണൂല. ആണോ? എങ്ങോട്ടാ പോണേ? ഒരു യാത്രയാ. വിശുദ്ധ സ്ഥലങ്ങളിലേക്കാ? ഒന്ന് പോണോന്ന് ഓർത്തോണ്ടൊക്കെ ഇരിക്കുക. അതിന് കർത്താവ് അനുവദിച്ചാൽ അങ്ങനെ അങ്ങ് പോകാമെന്നൊക്കെ ഓർത്തിരിക്കുവാണ്. പിന്നെ ഇപ്പോൾ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് അത് 1-2 ഏറ്റെടുത്ത കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പം മിടുക്കിക്കുട്ടിയാട്ടോ. നമുക്ക് ചായ കുടിക്കാം. ശരി, എന്നാൽ ചായ എടുത്തോ. ചായ എടുക്കാം.